മോനെ ഇതോ നീ എന്തിനാടാ? ഞാൻ അങ്ങോട്ട് വരില്ല. ഞാൻ ഇവിടെ നിർത്തി എന്തിനാ നീ? അങ്ങോട്ട് വരാൻ നിങ്ങളുടെ ബന്ധുക്കളാരും ഇല്ലല്ലോ അവിടെ. ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അത് തന്നെ ആൾക്കാരെ കൊണ്ട് അത് അപ്പനെ നിനക്ക് വേണ്ട. നീ പഴയതൊന്നും പറഞ്ഞിട്ടില്ല. ക്ലീറ്റോയ്ക്ക് പാലായിട്ടുള്ള ബന്ധമൊക്കെ അവസാനിച്ചു. ഇനി അത് പുതുക്കാനും താല്പര്യമില്ല. ഈ അപ്പൻ എപ്പോഴും മറന്നു. അതെ, കൂടുതൽ കഥ കേൾക്കാൻ എനിക്ക് സമയമില്ല. ഒരുപാട് തിരക്കുണ്ട്. വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് അപ്പോഴങ്ങോട്ട് പോവാം. അല്ലേ, ഞാൻ ഒരാഴ്ചയായി ഉറങ്ങിയിട്ട്. മനസ്സിലായ? ഇന്നോ നാളെ കുഴിയിലേക്ക് കാലിട്ടിരിക്കണം. ഞാൻ പോകുമ്പോൾ നീ അന്ന് മനസ്സിലാവും ഈ അപ്പൻ്റെ വില. ആ പറയട്ടെ, ആ ASI പരിമോൻ തെണ്ടി ആ മാറി ഒരാഴ്ച എന്ന് പറഞ്ഞ് വന്നതാണ്. 3 മാസമായി. അതിനിടയ്ക്ക് നമ്മളൊരു സ്വരച്ചേർച്ച. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. നിന്റെ അമ്മക്കൊരു കൂര ഉണ്ടായത് കാരണം അവിടെ ചുരുണ്ടുകൂടി, അല്ലെങ്കിൽ പെരുവഴിയിലായാലും. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാനിത് കുറച്ച് മുമ്പേ പ്രതീക്ഷിച്ചതാ. ഇച്ചിരി വൈകി പോയി എന്നുള്ളതേ ഉള്ളൂ. ഇതിനാ പോലെ ശവത്തെ കുത്തണം. പറയട്ടെ, അവൾ നമ്മുടെ മോളെ കയ്യിലെടുത്ത് ഇപ്പം അത് വിൽക്കണമെന്ന് പറയണം. അതെ, ഇതൊന്നും എന്നോട് പറയേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾ കുടുംബക്കാർ തമ്മിലുള്ള കാര്യങ്ങൾ. അത് നിങ്ങൾ തമ്മിലങ്ങ് തീർത്താൽ പോരെ. എന്നെന്തിനാണ് ഇതിൻ്റെ ഇടയ്ക്ക് വലിച്ചെടുക്കുന്നത്? ഞാൻ വരാം കേട്ടാ, ഞാൻ പോരാ. അതെ, പറഞ്ഞപ്പാ നിങ്ങൾ കൂടി അവകാശപ്പെട്ടതാണ്. അല്ല, കുറെ വർഷം മുമ്പുള്ള കാര്യമൊന്നും മറന്നിട്ടില്ലല്ലോ. ഇല്ലല്ലോ. ഞാൻ ആ തങ്കത്തിനെ വിളിച്ച് അവിടെ കയറി വന്നപ്പോൾ ഈ പറയുന്ന മണിമോൻ എന്ന് പറയുന്ന ആ അവനും നിങ്ങളും കൂടെ ചേർന്നാണ് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. ഈ പടി ചവിട്ടരുതെന്ന് പറഞ്ഞത്. അതോടെ തീർന്ന് ക്ലീറ്റസിനെല്ലാം. ഇനി ക്ലീറ്റസിന് അങ്ങനെ ബന്ധങ്ങളൊന്നുമില്ല. മറക്ക് മോനെ, മറക്ക്. നീ അവിടെ നിന്ന് വന്ന് താമസിക്കും. എന്തിന് അവനത് വിൽക്കണമെന്നോ അങ്ങനെ വല്ല മോഹം ഉണ്ടെങ്കിൽ അതും കൂടെ എഴുതി കൊടുക്ക്. നേരത്തെ എഴുതി കൊടുത്താലും വിറ്റ് തുലച്ചല്ലോ. ഇനി ഇതും കൂടെ അങ്ങ് വിൽക്കട്ടെ. ഞാൻ പറയണത് നിനക്ക് പിന്നെ ഞാൻ ചത്ത് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവുള്ളൂ. മനസ്സിലാണ്ട? അവർ നിർബന്ധിച്ച ഞാൻ എഴുതി കൊടുക്കേണ്ട വരും. എഴുതി കൊടുത്തോ? ഇനിയിപ്പോൾ അതും കൂടെ അല്ലേ ഉള്ളൂ. അതും കൂടെ വിറ്റ് മുടിച്ച് നിങ്ങൾ കിടക്കണം. അതും കൂടെ എഴുതി വാങ്ങിയിട്ട് നിങ്ങൾ പെരുവഴിയിലാവണം. അതും കൂടെ എനിക്ക് കാണണം. എൻ്റെ കർത്താവേ, നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല മോനെ. അല്ല, ഇനിയിപ്പോൾ എന്തിനാണ് അതിനായിട്ട് മടിക്കണേ? ബാക്കിയുള്ള എല്ലാം വിറ്റ് തുലച്ചല്ലോ. ഇനി ഇതും കൂടെ അവൻ വിറ്റ് തുലക്കട്ടെ. അങ്ങ് വിറ്റ് കൊടുക്ക്. ആളില്ലെങ്കിൽ ഞാൻ ശരിയാക്കി തരാം വിൽക്കാൻ. മോനെ, ഞാൻ എഴുതി കൊടുത്തിട്ടില്ല. എൻ്റെ കാലശേഷം നിനക്കും കൂടി അവകാശപ്പെട്ടതാണ്. ഓർമ്മ വേണം. നിനക്കൊരു പെങ്കൊച്ചാണ്, ഓർമ്മ വേണം. എൻ്റെ പൊങ്കച്ചിന് നിങ്ങളുടെ ഒന്നും വേണ്ടായേ. അവളെ ഞാൻ അന്തസ്സായിട്ട് വളർത്തുന്നുണ്ട് കേട്ടോ. എന്താ ഈ കാണിക്കണേ? അത് ബരല് പിടിച്ച് വലിക്കാം. അത് ഇളക്കാൻ പാടില്ല. അത് ഒരു കുഴപ്പം. ഏതെങ്കിലും ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അവര് തറുത്ത് തരില്ല. എൻ്റെ അമ്മാവ ഈ കുരുമുളക് ഇറക്കാൻ വേണ്ടി അമ്മാവൻ തന്നെ വലിഞ്ഞു കയറിയത് എന്തിന്? എടാ, എല്ലാ കൊല്ലം ഞാൻ തന്നെയല്ലേ കയറാറ്. കൊല്ലം കൂടുമ്പോ മനുഷ്യന്റെ വയസ്സും കൂടുണ്ട്. അല്ലാതെ 10-40 വയസ്സൊന്നും അല്ല ഇപ്പൊ. നീ ഇത് എന്താ പറഞ്ഞത്? ആകെ 2 നാഴി കുരുമുളക കിട്ടുക. അതിനൊരാളെ വിളിച്ചു കഴിഞ്ഞാൽ 750 റുപ്യ കൊടുക്കണം. ഇജ്ജ് കൊടുക്കോ? ഇപ്പൊ എത്ര ചെലവായി? അത് ഇപ്പൊ എത്ര ചെലവായി? ഇനി എഴുന്നേറ്റ് നടക്കണമെങ്കിൽ എത്ര ചെലവാവും? എത്ര ദിവസം ഇടണ ഈ മരുന്നിന്? തൈലാണ്. ഇത് ഒരു 2 ദിവസം തേച്ചിട്ട് ഇളകാതിരുന്ന ഒറ്റ നാറിട്ടതിനുള്ളിൽ കയറാൻ ഈ പെണ്ണത്തൈലത്തിന്റെ ഇതിന്റെയൊക്കെ മാറ്റം അല്ലേ? ഒരു പ്രത്യേക രസമുള്ള തൈല. അത് കുടിച്ചോ, ബോധം വെക്കട്ടെ. ഒരു കാര്യമില്ലാതെ. ക്ലീറ്റസ് അവിടെ എന്നിട്ട്? ക്ലീറ്റസ് ആരുടെ ഫോൺ വന്നിട്ട് പോയി. എന്റെ മോളെ നീ ഇപ്പൊ ഇന്നലെ കാല് പിടിച്ച് വലിച്ചെടുക്കണ. അവൻ ഇങ്ങോട്ട് പോയിന്നാ പറഞ്ഞു. ആരാണ് ഫോൺ വന്നിട്ട് പോയത്? എന്തോ മീറ്റിംഗ് ഉണ്ടെന്നോ? അതിപ്പോ മാമൻ ചത്തുന്ന് അറിഞ്ഞാലും പോവും. പാർട്ടിയാണല്ലോ വലുത്. എന്റെ പൊന്നെ, ഇപ്പൊ വരും ഒളിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് പറഞ്ഞു. അവൻ വന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. വേദനയ്ക്കൊരു കുറവ് കിട്ടിയാന്. എന്താ അവൻ വന്നു കഴിഞ്ഞാൽ വേദനയ്ക്ക് എന്താ? അവൻ ആരാണ്? ഞരമ്പിന്റെ ഡോക്ടറാ. അതല്ലടാ, കള്ളുടിക്കാന്നായി പറയണേ. എടി, എല്ല് പൊട്ടിയാലാണ് ഈ കള്ളും പോകൊന്നും പാടില്ലുള്ളൂ. ഇതിപ്പോ ഞരമ്പൊന്ന് പറഞ്ഞിട്ടുള്ളൂ. വേദന മാറണമെങ്കിൽ അതാവുമ്പോ ഒരു ഈ പ്രായത്തിലേ വീണതാ മോനെ. നീ നേരമല്ലേ അമ്മാവാ? എവിടുന്ന് മാറണു? വയസ്സായില്ലേ? നീ കരുനാ പോലത്തൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങൾ ഈ എപ്പം നോക്കിയാൽ ഈ വയസ്സായി പറയണേ. നീ പഞ്ച പിടിക്കണ്ടോ? ഞാൻ കയ്യും കൂടി പിടിച്ചിടണം. അതെ, അമ്മയുടെ കണ്ണുമെട്ടത്ത് ചെല്ലാതിരുന്നോ? നല്ലത് കിട്ടും അവന്. ഇതിപ്പോ എല്ലാരും കൂടി ഇങ്ങോട്ട് കെട്ടിക്കുത്തി വരേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ എന്തിനാണ് മേടിച്ചു കൊടുന്ന്? ഞാനെന്താ തളർന്നു കിടക്ക അവിടെ? എന്തായാലും വന്നു നന്നായി. എങ്കോ നമ്മുടെ കുട്ടി പോയിട്ട് ഇത്തിരി കഞ്ഞി വെച്ചാടി അല്ലേ?
കറിയെല്ലാം ഇരിപ്പുണ്ടോ? അതെ കറിയൊന്നും വെച്ച് ബുദ്ധിമുട്ടണ്ട, അവിടെ കടുമാങ്ങാച്ചാറുണ്ട്. കടുമാങ്ങാച്ചാറൊന്നും പോരാ. അതെ പച്ചക്കറി കറിയൊക്കെ വെക്കണം, എന്തെങ്കിലും കറിയൊക്കെ വെച്ച് നന്നായിട്ട് വെച്ചോ. എന്തിനാടാ വെറുതെ? അമ്മാവിനോടെ കണ്ട അമ്മ കഴിക്കണ്ട, ഞങ്ങൾക്ക് കഴിക്കണ്ടേ? അമ്മാവ അരി എവിടെ ഇരിക്കണേ? അരി ആ ഇതിലുണ്ട്, ആ ഭരണിയില്ലേ, ആ ആ മുക്കിലൊരു ഭരണി ഇരിക്കുന്നില്ലേ, ആ, ആ. അതിലുണ്ട്. ഈ കുത്തരിയാണോ? ആ വേഗം ഏതെങ്കിലും അരി എടുത്ത് വെക്കി. ഓ നീ ഉത്തരിയാണോ മറ്റരിയാണോ? ഒന്ന് പുറത്തു പോയിട്ട് വാ. എന്തിനാ എന്നെ ഇപ്പൊ തന്നെ പറഞ്ഞു വിടുന്നു? അതല്ലടാ, പോയിട്ട് ആ ക്ലീറ്റസിനെ കണ്ടിട്ടേ ചെറുത് മേടിച്ചിട്ടോ. ഞാൻ നിർത്തിയല്ലോ. എന്ന് ഞാൻ എന്നോ നിർത്തി. ഇന്ന് ഒഴിവുള്ള ദിവസമല്ലടാ, അതുകൊണ്ട് അല്ലേ ഒരെണ്ണം മേടിച്ചു വീടും. ഒക്കെ പരിപാടിയില്ലല്ലോ ഇപ്പോ. അമ്മാവന്റെ കൂടെ കൂടുകാരനാണ് ഞാൻ കേടുന്നത് അമ്മ പറയുന്നു. പിന്നെ സത്യം അല്ല അല്ലേ? അതിനും 500 രൂപ ഞാൻ തന്നെ ചെലവാക്കണ്ടേ? എന്തിന്? ഞാൻ തരാം പൈസ. മാവോ എന്റെ പണിക്ക് വാ വാ. ഓഹോ, ഇത് വീടാണോ അതോ വൈദ്യശാലയാണോ? തൈലേ, അത് നല്ല മണമുള്ള തൈല. അത് കണ്ട ഇത് എവിടെ കാലിനെന്താ പൊട്ടലെന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിയിട്ടൊന്നുമില്ലടാ. അതണ്ട എങ്ങനെ ഇറങ്ങുമ്പോ കാല് തെറ്റിയിട്ടാണ് ഇവിടെ ഒന്ന് ഒരു ചെറിയ നീരുണ്ടല്ലോ അവിടെ. ഞരമ്പൊന്ന് പണഞ്ഞേക്കാണ്ട. ഒരു 3 ദിവസം തൈലിട്ടിട്ടെ എന്നിങ്ങനെ ഇരുന്ന്. വന്നോ? ആ വന്നു 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 താൻ തോന്നി. ആ ഇതെവിടെ പോയതായിരുന്നു? ഓ അല്ല, അവനപ്പ എന്റെ കാല് പോയാ എന്താ, പാർട്ടിയുടെ മീറ്റിംഗ് ആയ അങ്ങോട്ട് പോയാ മതി. ഒരു വലിയൊരു നേതാവ് വന്ന് എന്നെ കാണാനായിട്ട് പാലായിന്ന്. മാണി പാലായിരുന്നു? അതിലും വലിയ നേതാവാ. അതാരാ? അപ്പച്ചനാ? ആ അതെ. എന്നിട്ട് എന്താ ഇങ്ങോട്ട് കൂട്ടിട്ട് വരാഞ്ഞേ? എന്തിന്? അപ്പച്ചനല്ലേ കാണാൻ വന്നിട്ട് പിന്നെ ഒന്നാമത് എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്, പിന്നെ ഇനി ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരാം. നന്നായി. എന്താ ക്ലീറ്റ മുഖം വല്ലാണ്ടിരിക്കണേ? ഒന്നുമില്ല. ഇതിപ്പോ പിന്നെ ഡോക്ടറെ വല്ലതും കാണിക്കാമാവാ. അമ്മാവന് കുഴപ്പമില്ല. ഇത് പറ. ഏത് അച്ഛൻ വന്നിട്ട് എന്താ പറഞ്ഞത്? കരകാ ഇങ്ങോട്ട് വന്നേടാ. എന്ത്? എന്താ കാര്യം പറ. അപ്പച്ചൻ എന്തിനാ വന്നേ? അടി കാപ്പി പിടിച്ചിട്ടിരിക്കണ കഴിക്കട്ടെ. കാപ്പി കുടിച്ചാ വെള്ളം ഏതമ്മാവാ ഇത് പറയും? നമ്മൾ ഇത് അന്വേഷിക്കാൻ വന്നപ്പോ ഇതിനെ ഇത് കുഴപ്പമില്ല പറഞ്ഞില്ലേ? അതും കുഴപ്പമൊന്നുമില്ല. അത് വന്ന് കണ്ടു പോയി, അത്രേ ഉള്ളൂ. എന്താ പറഞ്ഞത്? എടാ പാലായിന്ന് അപ്പച്ചൻ കാണാൻ വേണ്ടി വന്നിട്ട് എന്തോ കാര്യമുണ്ട് പറയുന്നില്ല. ഒരു അപ്പനെ മോനെ കാണാൻ വന്നൂടെ? അത് ഇത്ര ആഘോഷമാക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് നിങ്ങളുടെ മുഖം ഇങ്ങനെ വിളിച്ചിരിക്കണേ? എന്റെ മുഖം വളിച്ച മുഖമാണല്ലോ. നീ പറ എന്താ പറഞ്ഞു? തക്കളെ അങ്ങനെ തോന്നണടി, ഡാഡിയുടെ മുഖം വളിച്ചതായിട്ട് തോന്നണ്ട. നീ കാലിന്മേലെ കൈ വെക്കല്ലേ? ആകെ തൈലായി. അടിയാ, ഇത് അടുത്ത കാലോട് പിടിച്ചിട്ടേ പോവുള്ള. എന്താ എടി ഒന്നുമില്ല, അപ്പച്ചനെ രണ്ടാളും ഇപ്പൊ പെരുവഴിയില്ല, അപ്പച്ചനും അമ്മച്ചി. അപ്പൊ വീടോ? വീട്ടിൽ നിന്നൊക്കെ എന്റെ പുന്നാരാളി അടിച്ചിറങ്ങി പോലീസുകാരെ. അപ്പൊ ക്ലാര ഉണ്ടായില്ലേ ഇവിടെ? ഓ, അവിടെ ഉണ്ടെങ്കിൽ പിന്നെ അവള് പറയുന്ന പോലെയല്ലേ അവിടെ കാര്യങ്ങളൊക്കെ നടക്കണേ. അല്ല എന്താ കാര്യം ഉണ്ടായ? ശരിക്കും പറയാ. കാര്യമൊന്നുമില്ല. ഇപ്പൊ രണ്ടാളും കൂടെ അമ്മച്ചിയുടെ ആ ഒരു പഴയ വീടുണ്ടല്ലോ, ചെറിയ വീട്, കറണ്ടൊന്നും ഇല്ലാത്ത, അവിടെ ഇപ്പൊ രണ്ടാളും കൂടെ കിടക്കണേ 4 മാസമായി. ഇതിപ്പോ എന്താ പറയുന്നത് പുള്ളി? അളിയന് ഇപ്പൊ ആ വീട് സ്ഥലം ഉണ്ടല്ലോ, ആ തറവാട് വീടും അതും കൂടെ വിറ്റ് അവന് കാശ് വേണമെന്ന്. അതെന്ത് പണി പറയണത്? മുമ്പുള്ള സ്ഥലം മുഴുവൻ അവൾക്കല്ലേ കൊടുത്ത്, പിന്നെ ഇതും കൂടി വേണമെന്ന് പറഞ്ഞാൽ കാര്യം നോക്കണ്ടേ? കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു. നിന്റെ അപ്പച്ചൻ എന്താ പറഞ്ഞേ? ഏതാ അപ്പച്ചൻ എന്താ പറഞ്ഞത്? അപ്പച്ചന്റെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറഞ്ഞാ ഈ മോൻ ആ വീട്ടിൽ പോയി താമസിക്കണമെന്ന്. അവന് കൊടുക്കൂലെന്ന്. എനിക്ക് അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് നീ അവിടെ പോയി താമസിക്കണം, നീ അത് അങ്ങനെ കൊടുക്കാൻ സമ്മതിക്കരുത്. ഇത് ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ, ഇത് എന്നോ പറയേണ്ടതാണ്. എന്തിന്? ഇപ്പോഴാണ് മകന്റെ വില മനസ്സിലായിട്ടുണ്ടാവുള്ളേ. എല്ലാം മകളായിരുന്നല്ലോ, കോരി കൊടുക്കായിരുന്നു. നന്നായി. അത് എന്റെ ഭാഗ്യാണത്. ഭയങ്കര ഭാഗ്യ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അപ്പച്ചോ ഞാൻ അങ്ങോട്ടേക്കില്ല, അപ്പച്ചൻ വിൽക്കുക കൊടുക്കുക എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്തോ. നേരത്തെ കൊടുത്തൊക്കെ വിറ്റ് തലച്ചല്ലോ, പിന്നെ ഇതോടെ വിൽക്കട്ടെ. ഇതായിട്ട് എന്തിനത് നിനക്ക് അവകാശപ്പെട്ടത്? അവര് വെക്കണതിനാ? എനിക്ക് അവകാശപ്പെട്ടതാ. എന്ത് അവകാശം? മോനെ അങ്ങനെ മോനെന്ന് വല്ല ബന്ധം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇത്ര നാൾ ഇവിടെ കിടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് ഞാനെല്ലാം അറുത്ത് മുറിച്ചിട്ട് തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് പോന്നേക്കാം. ഇപ്പൊ നിന്റെ അപ്പച്ചൻ എന്താ നിന്നോട് പറഞ്ഞത്? പിന്നെ അവിടെ ഒന്നും താമസിക്കാൻ പറഞ്ഞല്ലേ? നിനക്ക് അങ്ങനെ ചെയ്തെന്തോ കുഴപ്പം? എന്തിനാളിയാ? നിനക്കും കൂടി അവകാശപ്പെട്ട സ്ഥലമല്ലേ അത്? ഓ, ക്ലീറ്റോക്ക് ഇപ്പൊ ഉള്ള സമ്പാദ്യം മതി. ഇത് രണ്ടും ഇത്രയും മതി ക്ലീറ്റോ. സന്തോഷം. ഇവരെ എന്തൊരു പോങ്ങനാണ്. ഒറ്റൊന്നായിട്ട് തന്നാട്ടില്ല. എനിക്ക് ഇവര് രണ്ടുപേരും സമ്പാദ്യം മതി പറഞ്ഞ അവരെ നോക്കി പോറ്റാൻ എന്റെ കയ്യിൽ എന്ത് വെറുതെ എന്നെ കൊണ്ടൊന്ന് പറയാം. ഇത് പറ്റിയ സന്ദർഭമാണ് എന്റെ ക്ലീറ്റോ, നീ പറയണത് കേട്ടോ. അളിയോ, ഒരു മനുഷ്യന് ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. പക്ഷെ നിനക്കതില്ലല്ലോ.
അതില്ലാത്ത അതെ, ഒരു ചോദ്യം പിന്നെ നിനക്ക് നടത്താൻ എന്തോ ആയിക്കോട്ടെ. എടാ ഇതൊരു പറ്റിയ അവസരമാണ്. വേണ്ട അത് കളഞ്ഞു വിളിക്കാൻ എന്റെ പൊന്നളിയാൻ അതിന് വേണ്ടിയിട്ട് എന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത ആ കാര്യങ്ങളിലേക്ക് കടക്കണ്ട. ക്ലീറ്റ് വയ്ക്കാതെ താല്പര്യമില്ല. എടാ നിനക്ക് താല്പര്യം വേണ്ടാന്ന്, നീ ആ കൊച്ചിന്റെ കാര്യം ആലോചിക്ക്. എന്റെ കൊച്ചിന് എന്തിനാണ് ഇപ്പൊ അത്? ഇത്രയും നാൾ എന്റെ കൊച്ചിനെ അവർ വേണമെന്ന് അവർ നോക്കിയില്ല, അന്വേഷിച്ചില്ല. പിന്നെ ഇനിയിപ്പോ എന്തിനാണ് എന്റെ കൊച്ച്? എല്ലാ കൊച്ചിനും ഉള്ളതൊക്കെ മതി. അത് അവള് അതുകൊണ്ട് സന്തോഷത്തോടെ കഴിഞ്ഞു. അവിടെ ആ തറവാട്ടിൽ നിന്ന് ഈ കൊച്ചിനും കൂടെ അവകാശപ്പെട്ടതല്ലേ, അത് വാങ്ങിച്ചിട്ട് ഈ കൊച്ചിന്റെ പേരിൽ ഇട്ടാ നിനക്കെന്താ നഷ്ടം? അയ്യോ എനിക്ക് വേണ്ടളിയാ, എനിക്ക് എന്തോ അത് അങ്ങോട്ട് ദഹിക്കും തോന്നല്ല, അത് വേണ്ട. എന്താ അവന്റെ തല? അത് ആ പെണ്ണിന്റെ കഷ്ടകാലന്നേ, അത് നമ്മുടെ വീട്ടിൽ അങ്ങനെ ജീവിച്ചു പോക്കോളും. ഇത് അതിന്റെ മൂടും താങ്ങിയിട്ട് ഇങ്ങനെ നടന്നോളൂ. ആരോട് പറയണ്? ഒക്കെ തിന്നോ തങ്കം? മതി തിന്നത് അമ്മാവനെ കൊണ്ടുവന്നിട്ട് നീയാണല്ലോ തങ്കം, അതെ എന്താ നിന്റെ അഭിപ്രായം? നല്ലല്ലേ, കൊള്ളൂല്ലേ ഇതല്ല, അതെ ക്ലീറ്റസിനെ പാലിലേക്ക് പറഞ്ഞേക്കേണ്ട കാര്യം എന്താന്ന് തോന്നുന്നു. എന്ത് ക്ലീറ്റസിനെ പാലിലേക്ക് പറഞ്ഞേക്കണ്ടേ? ഇതെന്താ അവൻ പോണില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കണത്? ക്ലീറ്റോന് ഇഷ്ടമല്ല പോവാൻ. ഇഷ്ടല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവകാശപ്പെട്ട സ്ഥലല്ലേ, അത് അവര് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പോയി വാങ്ങിച്ചാൽ കുഴപ്പം? അന്നുണ്ടോ കണ്ണക? അപ്പൊ അവിടെ എടുത്ത് വെച്ചേക്കായിട്ട് ചെറുക്കാ കാർന്നോര് ഓരോ നേരം ഓരോ സ്വഭാവം അതിന്. ഇപ്പൊ എന്തോ വിഷമം വന്നിട്ടുണ്ട്. അതപ്പോ ക്ലീറ്റോനെ വലിയ ഇഷ്ടത്തിൽ അങ്ങ് വിളിച്ചേക്കണേ. അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും അവരെല്ലാവരും ഒന്നിച്ചിട്ടുണ്ടാവും, ക്ലീറ്റോ പിന്നെയും പുറത്താവും. വേറെ പണിയില്ല. അതെ, ഈ വിളിച്ച സമയത്ത് പോയിട്ട് അത് കാര്യം നടത്തി കഴിഞ്ഞാൽ അത് കയ്യിലിരിക്കും. വെറുതെ ഉള്ളത് കളഞ്ഞു വിളിക്കരുതെന്ന് പറഞ്ഞു. ഇടക്ക് ഇട്ടാൻ പോണില്ല, അങ്ങോട്ട് ചെല്ലുമ്പോ അവരൊന്നും തരികയാണ്. എത്ര നാൾ അങ്ങോട്ട് കിടക്കാത്ത ആൾക്കാർക്ക് എന്താ കിട്ടാത്ര വലിയ പാടെന്ന്? അവൻ അവകാശപ്പെട്ടതല്ലേ? അവകാശപ്പെട്ടു. എടി അവൻ അവകാശപ്പെട്ട സ്ഥലാണ്. എനിക്കറിയില്ല, ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? അവരുടെ സ്ഥലം, അവരുടെ സ്വത്ത്, അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അവരെന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റില്ല, അത് നിങ്ങളെയും കൂടി സ്വത്താണ്. നീ അവനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കുക, എന്നിട്ട് നേരെ പാലയിലേക്ക് പറഞ്ഞയക്കുക. വേറൊരു മാർഗമില്ല. അതൊന്നും നടക്കില്ല. നീ എങ്ങനെയെങ്കിലും പോയിട്ടൊന്ന് പറഞ്ഞു നോക്ക്. ഞാൻ പറഞ്ഞ പോങ്ങം കേൾക്കില്ല, അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞാലും കേൾക്കൂല. നീ പറഞ്ഞാ കേൾക്കൊന്ന്. എന്ത് പറയാനാ? നിനക്ക് പറഞ്ഞ എന്താ കുഴപ്പം? എന്താ ഞാൻ പറയണ്ടത്? നീ പറഞ്ഞോ. നടരാജ, മീറ്റിങ്ങിന്റെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ആ ഇവിടെ മീറ്റിംഗ് മാത്രം നോക്കിയാൽ മതിയാ, അത് കുടുംബകാര്യമൊക്കെ പിന്നെ ആര് നോക്കും? ആ വൈകുന്നേരം കൂടാ. ഓ ആ ശരി. ഇവിടെ പറഞ്ഞല്ലേ, ഫോൺ വെക്ക് നീ. ഒരു രീതി ആ ഓ എന്തൊരു കഷ്ടമാണ് നോക്കണേ നടരാജനെ കൊണ്ട്. മീറ്റിംഗ് എന്നാ മീറ്റിങ്ങിന് എന്താണ്? ചായയും ബിസ്ക്കറ്റും തിന്നാനാണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പൊടി എന്നല്ലാതെ പൊടിയൊക്കെ വീഴും. നല്ല രസമുള്ള സ്ഥലം. ഇത് നോക്കി, ഈ കളി നിനക്കറിയാം? പണ്ട് ഞങ്ങള് അയ്യോടാ, പഴയ ഞങ്ങളൊരു കളി, ഇതൊക്കെ ആരുടെ പറമ്പാ ക്ലീറ്റോ? നമ്മുടെ ആയിരുന്നു, അമ്മാവിന്റെ ഒരു ഇതിലുള്ളതായിരുന്നു. പക്ഷെ ശരിക്കും ഇത്രയും പറമ്പൊക്കെ ഉണ്ടെങ്കിൽ എന്ത് നല്ലതല്ലേ നമുക്ക്? അത് അമ്മാവൻ കൊടുത്തു അല്ലേ? ഒന്ന് ആലോചിക്കേ, നമുക്ക് ഇങ്ങനെ കുറേ പറമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തെങ്ങൊക്കെ വയ്ക്കാം, കുരുമുളകൊക്കെ. അതിനൊക്കെ അതിൻ്റെതായ സമയമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഈ പറഞ്ഞ മാതിരി അതിനുള്ള സമയമില്ലല്ലോ. ഞാൻ ഈ പാർട്ടി മീറ്റിങ്ങിന് തന്നെ സമയം കിട്ടുന്നില്ല. അല്ല, നമുക്ക് കഴിക്കാമല്ലോ. ആയോടി കഴിക്കാനാവും ഇപ്പം ആവും. അയ്യോ നീ വീടല്ല നീ. അല്ല ക്ലീറ്റ, നമുക്ക് ഇങ്ങനെ സ്ഥലമൊക്കെ കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും മേടിക്കായിരുന്നു കുറച്ച് സ്ഥലം. തിരുവനന്തപുരത്ത് നിന്നല്ല, കുറച്ച് മാറി ദൂരോട്ട് മാറിയിട്ട് എവിടെയെങ്കിലേ. അമ്മാവന്റെ കാലശേഷം ഇതൊക്കെ നമുക്കുള്ള തന്നെ. അപ്പൊ നമുക്ക് ഇവിടെ അത് ഇവിടെ എനിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ല ക്ലീറ്റോ. സത്യത്തിൽ എനിക്ക് തിരുവനന്തപുരം ഇഷ്ടമല്ല. അയ്യോ അതല്ലേ? നീ എവിടെ ഉദ്ദേശിക്കണേ? എനിക്ക് കുറച്ച് ഈ വടക്കോട്ട് നീങ്ങിയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇഷ്ടം. വടക്കോട്ട് എന്ന് പറയുമ്പം ഈ റബ്ബറൊക്കെ ഉള്ള സ്ഥലങ്ങൾ. കോട്ടയം, ഏറ്റുമാനൂര് വഴി പാല, ഇങ്ങനെ കറങ്ങി അല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില ഇഷ്ടങ്ങളൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കണം സാഹചര്യങ്ങൾക്കനുസരിച്ച്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമോ മോഹമൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങ് മനസ്സിൽ നിന്ന് അങ്ങ് ഉപേക്ഷിച്ചോളണം കേട്ടോ. എന്താണ് നിന്റെ ഉദ്ദേശം? എന്താണ്? അതെ, ഇവൻ എന്തിനു തീരുമാനിച്ചിട്ടാണ്? അവ ഒരു നിലയ്ക്ക് അടുക്കണില്ലാന്ന്. ഈ പോങ്ങനെ അതുവരെ പോയെന്താ കുഴപ്പമെന്ന് ഞാൻ നോക്കണം. എങ്ങനെയെങ്കിലും അമ്മാവൻ പറഞ്ഞിട്ടൊന്ന് ശരിയാക്ക്. ആ തങ്കത്തിനോട് പറയാൻ പറ. തങ്കത്തിനോടൊക്കെ ഞാൻ പറഞ്ഞില്ലേ? അന്നാ തങ്ക അവനെ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളൂ, അല്ല ഇപ്പം എന്താ ചെയ്യാ? പക്ഷെ അവൻ കേൾക്കില്ലെന്ന്. അതിന് അവൻ എങ്ങനെ കേൾക്കുക? അവിടെ ആരാ അവന്റെ അളിയൻ? പോലീസുകാരനല്ലേ? അവന്റെ അടുത്ത് ഇപ്പം ഈ തരികട വല്ലതും നടക്കുവോ? ഇവിടെ അന്നെ പറ്റിച്ച് ഇങ്ങനെ മണിയടിച്ച് വല്ല കാശും മേടിച്ച് ആ തങ്കത്തിന്റെ പിന്നാലെ ഇങ്ങനെ നടന്നിട്ട് തടികളെ കണ്ട് ജീവിച്ചു പഠിച്ചു അവനാ. തന്നെ എന്താ പറഞ്ഞു? ഒന്നും നടക്കൂല. നടക്കൂല.
ഞാൻ എന്ത് ചെയ്യാനാ? അത് കേട്ടിട്ട് ഈ ഇങ്ങോട്ട് പോന്നു. എന്തടി അതിന്റെ തലയിൽ എനിക്ക് അറിയേണ്ടി വയ്ക്കാൻ. ക്ലീറ്റോന് ഇഷ്ടമല്ല, ക്ലീറ്റോനെ പണ്ട് അവിടെ കയറ്റിയില്ലല്ലോ. പണ്ട് കയറ്റിയില്ല ശരി, പക്ഷെ ഇപ്പൊ ചെന്നിട്ട് ഈ അവകാശം ഇത് വാങ്ങിക്കുന്നതിന് എന്താ കുഴപ്പം? ഏറ്റവും പറ്റിയ സന്ദർഭം ഇപ്പോഴല്ലേ അച്ഛൻ വന്ന് പറഞ്ഞല്ലേ. ക്ലീറ്റോന് വേണ്ടാന്ന് പറയണ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അവരുടെ കുടുംബം, അവരുടെ സ്വത്ത്, ഞാൻ എന്ത് പറയാൻ അതിനകത്ത്? ഞാൻ നീ പറഞ്ഞ കാരണം ചെന്ന് പറഞ്ഞതാ. എന്തൊരു കഷ്ടം. അതെ, ഞാൻ പറയുകയാണെങ്കിൽ നീ അവനെയും കൂട്ടിയിട്ട് കുറച്ച് ദിവസം അവിടെ പോയി കുട്ടീനെയും കൂട്ടിയിട്ട്. അയ്യോ, ഞാൻ പോവാൻ അവരുടെ വീട്ടിലോട്ട്. പിന്നെ അവൻ ഇങ്ങോട്ട് പോയി എത്തിയൊക്കെ വന്നാൽ നടക്കില്ല. ഒരു മാസം അവിടെ ഇങ്ങോട്ട് താമസിക്കണം. അങ്ങനെയുള്ള വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്, ഞാൻ പോവില്ല. പക്ഷെ എന്താ ഇത് അതിലും വലിയ പോത്ത്. എന്തിന്? ഞാൻ എന്തിനാ കൂടെ പോണേ? എടി അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് അത് വിൽക്കാൻ പറ്റില്ല. അപ്പൊ അതെന്ത് കാട്ടും? അങ്ങോട്ട് ഇങ്ങോട്ട് മത്സരിച്ച കേസും കൂട്ടാവുമ്പോ ഇതിന്റെ പകുതി ഇങ്ങോട്ട് കിട്ടും. അതെന്റെ കുട്ടിക്ക് കൊടുത്തൂടെ? അർഹതപ്പെട്ട സാധനം വാങ്ങിച്ചൂടെ? അത് വാങ്ങിച്ചെടുക്കണ്ടേ? എടാ, എനിക്ക് വയ്യ. അവന് റിസ്ക് എടുക്കാൻ തയ്യാറല്ല അവൻ. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്തോ, ആ പോത്തിനും ചുമന്നിട്ട് കിട്ടണ തുണിയും തുന്നിയിട്ട് നരകടിച്ച് ഇവിടെ അങ്ങോട്ട് ജീവിച്ചോ. അല്ല അപ്പൊ ഞാൻ എന്താ പറയാ? അതെ, എങ്ങനെയെങ്കിലും അവനൊന്ന് പറഞ്ഞു വിടാനുള്ള ഏർപ്പാടുണ്ടാക്കും. അവൻ ഇനി പോരാൻ തയ്യാറായ നീയും കുട്ടി അവിടെ പോയി നിൽക്കോ? അന്ന് നിൽക്കാതെ അവൻ തയ്യാറായ പിന്നെ ഇവിടെ കൂടെ. അവൻ തയ്യാറാണ് നിനക്ക് പോണേ എന്താ കുഴപ്പം? ആദ്യം ക്ലീറ്റോ ശരിയാവോ നോക്കട്ടെ, എന്നിട്ട് ഞാൻ പോവാം. ക്ലീറ്റോ ഇങ്ങനെയായി എന്താ ചെയ്യാ? അതെ, അവൻ പോവാൻ ഒരു വഴിയുണ്ട്. എന്തുവഴി? നീ ആ ഫോണിൻ്റെ എടുത്താ. എവിടെയത്? അതാ ടിവിയുടെ അവിടെ ഇരിക്കുന്നു. സ്വന്തം തള്ളയും തന്തയും പുറത്ത് പെരുവഴിയിലായി എന്ന് അറിഞ്ഞാൽ അവര് സുരക്ഷിതമൊക്കെ നോക്കാൻ കഴിയാത്തവനൊക്കെ മക്കളാണോടാ? അത് അവരെ കയ്യിരിപ്പുണ്ടാണ്, അവരുടെ കയ്യിരിപ്പുണ്ടാണ്. അത് അന്ന് അങ്ങനെ ആവേശത്തിന്റെ പുറത്ത് സംഭവിച്ചെങ്കിൽ ഇന്ന് നിന്റെ തന്ത നിന്നെ ഒന്ന് വിളിച്ചതല്ലേ? അപ്പൊ നീ പോണോ? ഞാൻ ഒരു കാര്യം, ഇനി ഈ ബന്ധത്തിന്റെ പാലാരിയ കഥ പറഞ്ഞാൽ ഞാൻ ഈ കിണറ്റിലോട്ട് എടുത്ത് ചാടും. നീ കണ്ടു ചാടാ നല്ലത്. അല്ലാതെ ആർക്കും വേണ്ടാത്തൊരു സാധനമായിട്ട് വെറുതെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് നീ കണ്ടു ചാടി ചാവുന്നേ നല്ലത്. അവനവന്റെ 10 പൈസ കയ്യിലുണ്ടെങ്കിലേ വില ഉണ്ടാവും. ഞാൻ പറയുന്ന കേക്ക്, അയാള് നിന്റെ അളിയൻ എന്ന് പറയുന്ന ആള് പോലീസുകാരനല്ലേ? അത്യാവശ്യം വിദ്യാഭ്യാസവും നിയമം അറിയുന്ന ആളല്ലേ? അച്ഛൻ പറയുന്ന പോലെ നീ ചെന്നിട്ട് അയാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അനക്ക് വേണ്ടത് അയാളോട് തരും. ചേട്ടയുടെ കാര്യം അയാളുടെ ഔദാര്യല്ല, ഔദാര്യമില്ല. ആ ഇവൻ അർഹതപ്പെട്ടതാണ്. അർഹതപ്പെട്ടത് വേണ്ടെന്ന് പറയാൻ ഇവൻ ആരാണ്? അതെ, എൻ്റെ അളിയാ, എനിക്കിനി അങ്ങോട്ടുള്ള ഒരു പുണ്ണാക്കും വേണ്ട. അവനുണ്ടല്ലോ അലവില്ലാതെ, അവൻ അച്ചിക്കോന്തൻ. നീ എന്തിനാ അവൻ അച്ചിക്കൊന്താന്ന് വിളിക്കുന്നത്? എന്താ അത് പറയാൻ നിനക്കെന്താ അവകാശം? അവന് കൊടുത്തതെല്ലാം വിറ്റ് കുറച്ച്. ഇനിയിപ്പോ അവന് ആ പെണ്ണിന് ആപ്പാടെയുള്ള ആ വീടും സ്ഥലവും ആ തന്തേനെ തള്ളേനെ വെളിയിലാക്കിയിട്ട് അവൻ അതിന് വിറ്റ് കൊടുക്കണമെന്ന് അച്ചി വീട്ടിൽ വന്ന് കിടക്കണം. അച്ചിക്കോന്തായി നീ അച്ചിക്കൊന്നല്ലടാ. നീ നിന്റെ പെണ്ണിന്റെ ഉദാഹരണത്തിലുള്ള ഇവിടെ ഒന്ന് നക്കിത്തിരിട്ട് ഇവൻ വല്ലതും തരുന്നതും മേടിച്ച് തിന്ന് ജീവിക്കണം. നീ ആ മനുഷ്യനെ അച്ചിക്കൊന്താന്ന് പറയാൻ അവകാശം ഉണ്ടോ? അമ്മാവൻ പറഞ്ഞ ഇപ്പൊ ഇല്ലില്ല. ഇപ്പൊ അമ്മാവൻ പറഞ്ഞ നീ ആണാണെങ്കിൽ സ്വന്തമായിട്ട് അധ്വാനിക്കടാ. നീ നിന്റെ തന്റെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അത് വെച്ച് ജീവിക്കണം. സംസാരങ്ങൾ മീശ വെച്ച് നടന്നിട്ട് കാര്യമില്ല. മീശ വെച്ച് നടന്നു കഴിഞ്ഞാൽ ആണാവില്ല. അതെ, നിങ്ങളെ സംസാരം കറക്റ്റ് അല്ല. ക്ലീറ്റോ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ബാധ്യതയാണോ? ഇവിടെ മൊത്തത്തില് എനിക്ക് ബാധ്യതയാണ്. ഒരു കാര്യം, ഇവളെ മാത്രം ഓർത്തരാണ് ഞാൻ എല്ലാം ശ്രമിച്ചത്. നിങ്ങൾ കാര്യം ഓർക്കണം. ഞാനേ ഞാൻ തന്തയായിട്ട് കണ്ടിട്ടുള്ള ഈ മനുഷ്യനെ അങ്ങനെ എന്നെ കണ്ടിട്ടല്ലേ ഉള്ളൂ. തന്നുണ്ടല്ലോ. നിന്റെ അമ്മയുണ്ടല്ലോ, എന്റെ അമ്മ. നീയൊക്കെ എന്റെ കൂടെ പുറപ്പെടുക. ഇതൊക്കെ നിന്റെ വെള്ളമായി. ഇതൊക്കെ നിന്റെ ഇപ്പൊ ഞങ്ങളെല്ലാവരും ഉപേക്ഷിച്ച നീ തെരുവ് തണ്ടിയല്ലടാ നീ. എന്റെ പെണ്ണിനും കുട്ടികളും അല്ലേ? അപ്പൊ ഞാൻ നിനക്ക് ഒരു ബാധ്യതയാണ്. ഉറപ്പായിട്ടും ബാധ്യത. നിനക്ക് ഉറപ്പായിട്ടും നീ ബാധ്യതയാണ്. ചുമ്മാ ക്ലീറ്റോ ഇന്നത്തോടുകൂടി ഇവിടത്തെ എല്ലാ ബന്ധുവും അടുത്ത് മുറിക്കാൻ പോവാണ്. അവൻ കള്ളു കുടിച്ചിട്ട് കള്ളു പിടിച്ച് അവന്റെ വയറ്റിൽ കിടക്കണം. അവന് വായോർണ പിടിച്ചിട്ട് പറഞ്ഞോടല്ലോ പന്നി. ഈ ക്ലീറ്റോയെ പറ്റി എന്താണ് വിചാരിച്ച? ക്ലീറ്റോയ്ക്ക് കയറിപ്പോയി ഇടയില്ലെന്നാ വിചാരിച്ച? പാലായിലും നിനക്ക് അറിഞ്ഞൂടാ. അവിടെ ചെന്നാ ക്ലീറ്റോയെ 2 കൈ നീട്ടി സ്വീകരിക്കും. ആരാ?
അപ്പനും അമ്മയും ഉണ്ടോ അവിടെ? അവർക്ക് കിടപ്പാടം പോലും ഇടറ, അവർക്ക് കിടപ്പാടം. അവര് തെരുവില് കിടപ്പോ. ഇപ്പൊ തെരുവിലല്ലേ? അപ്പൊ ക്ലീറ്റോ ഒന്നുമില്ല, അനാഥനാണെന്നാണ് നിന്റെയൊക്കെ വിചാരം. ഈ എരപ്പേണ്. ക്ലീറ്റോയ്ക്ക് ആളും പേരും ഉണ്ടോ എന്ന് ക്ലീറ്റോ കാണിച്ചു തരാൻ പോവാണ്. നീ പൊടുത്തും. നമ്മളിപ്പൊ ഇറങ്ങും ഇവിടുന്ന്. എങ്ങോട്ടെന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം പാലാലേക്ക് നമ്മൾ ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. ഇറങ്ങി ഇവിടെ നിന്ന് മതി. ഇനി ഇവിടെ നമുക്ക് അതിനുള്ള ചങ്കൂറ്റം നടക്കില്ലടാ. സംസാരം സൂക്ഷിച്ച് നിനക്ക് അതിനുള്ള ചങ്കൂറ്റില്ലാന്ന് അതിനുള്ള ചങ്കൂറ്റില്ല. ഇറങ്ങട്ടെ. കൊച്ചിനെ വിളിക്കും, കൊച്ചിനെ വിളിക്കാം. ഇപ്പൊ ഇവിടുന്ന് വണ്ടി കയറുന്നു. നീ വണ്ടി കയറണ്ട, നീ എവിടേക്കും പോകണ്ട. നീ ഇതേപോലെ പോയാ മതി. നീ ആരാ അത് പറയാൻ? നീ ആരാടാ? നിന്നെ ഞാൻ നോക്കും, നിന്നെ ഞാൻ നോക്കും. നീ ഇവരെ ആശ്രയിച്ച് ഇവിടെ വില ഇല്ലാണ്ട എനിക്ക് അവിടെ ജീവിക്കാനുള്ളത് എന്റെ പാലയിലുണ്ട്. അതെല്ലാം ഉപേക്ഷിച്ചിട്ട് നിന്നെയൊക്കെ വിശ്വസിച്ച ഞാനാണ് മണ്ടൻ. മണ്ടൻ നീ പോയ മുറിച്ച് മാറ്റി. ഇത് ഇനിയില്ല, വേണ്ട. ഇനി നമ്മള് മാത്രമേ ഉള്ളൂ. അവസാനത്തെ കാഴ്ചയാണ്. ഇനി കാണണ്ട. നമ്മള് ഇറങ്ങണം. നീ എന്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ? ഇറങ്ങിക്കോണ്ട ഇവിടുന്ന്. കൊച്ചവിടെ ബാഗ് ഇട്, എല്ലാം ഇട്. നമുക്ക് ഇനി ഇവിടെ വേണ്ട. അതെ, പാലലേക്ക് പോവാണെങ്കിൽ പാലലേക്ക് പൊക്കോ, നീയും കൂടെ പൊക്കോ കേട്ടാ. പൈസ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടാവില്ല. അത്യാവശ്യം കയ്യിലേക്കിട്ട് ഇങ്ങനെ അവൻ പോവും. അതിന് വേണ്ടി ചെയ്തതാണ്. കരണ്ടപ്പോ കാര്യങ്ങൾ വിളിച്ചങ്ങോട്ട് വരാം. പോടാ, ആനാണെങ്കിൽ പോടാ. നീ മീശ വെച്ച ആണാണെങ്കിൽ പോടാ. പോവാടാ, പോവാടാ. കാണിക്ക്. ഇനി നീയൊക്കെ ക്ലീറ്റോയെ മഷിയിട്ട് നോക്കിയ പോലും കിട്ടൂല കേട്ടോ. നീ ചെയ്ത് നീ ഒരു ബന്ധം പറഞ്ഞ് നീ അങ്ങോട്ടേക്ക് വന്നേക്കരുത്. ഒരെണ്ണം എല്ലാം തീർന്നു. എന്താ തോന്നിയാണോ പാവം. അവൻ നാളെ പോവും. അവൻ പാലേക്ക് പോവും. അമ്മയാണല്ലോ നമ്മള് കാട്ടിക്കുട്ടിയത്. അത് ഉറപ്പ്. ഇനി അവൻ പാലേക്ക് പോയി കഴിഞ്ഞാലും 2 ദിവസം കഴിഞ്ഞിട്ട് അമ്മ ഒന്ന് പോയി നോക്കണം. എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. അതാ ഞാൻ പോയേക്കാം. Alien versus Alien.